ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഷിപ്പേ കയറാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇന്ന് വെളുപ്പിനെ നമ്മൾ എണ്ണീറ്റതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഹാംസ്റ്റഡിൽ നിന്ന് ഡെൻമാർക്കിലേക്ക് ഷിപ്പേ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ട് പൊന്നുനെ നമ്മൾ എണ്ണിപ്പിക്കണം. അങ്ങനെ പെട്ടെന്ന് റെഡിയായിട്ട് ഇന്ന് നമ്മൾ ഡെൻമാർക്കിലേക്ക് ലൈഫിൽ ആദ്യമായിട്ട് ഷിപ്പേ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ രാവിലെയായി, പക്ഷേ വെട്ടമൊക്കെ കുറവാണ്. ഇതാണ് നമ്മുടെ ഷിപ്പ്. ഇവിടെയാണ് നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ഷിപ്പ് യാത്ര നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പം നല്ല സൂപ്പർ ഷിപ്പാണ്. അപ്പം നമ്മൾ എന്താ പറയുക, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണാം ബാക്കി. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വണ്ടികളൊക്കെ നേരത്തെ വന്ന് കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ കറക്റ്റ് ഓൺ ടൈമാണ് വന്നത്. അപ്പം എനിക്കറിയത്തില്ല ഇത് കയറിയിട്ടുണ്ടെന്ന്. ഇത് സ്റ്റെന നോട്ടിക്ക എന്ന് പറയുന്ന കമ്പനിയുടെ ഷിപ്പാണ്. കാണാൻ പറ്റുന്നുണ്ട്, സൈഡിൽ എഴുതിയേക്കുന്നുണ്ട്. അതാണ് കമ്പനി നെയിം, സ്റ്റെന നോട്ടിക്ക. ഗോതംബർഗിലാണ് ഈ കമ്പനിയുടെ ഇത് ഓഫീസെന്ന് തോന്നുന്നു. അപ്പം ആദ്യമായിട്ട് നമ്മൾ വണ്ടിയും കൊണ്ട് ഷിപ്പിൽ കയറി യാത്ര ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ കാറ് കൊണ്ട് ഷിപ്പിൽ കയറിയിട്ട് നമ്മൾ ഡെൻമാർക്കിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഡെൻമാർക്കിൽ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അത് ട്രെയിനിലൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര എന്താ പറയുക, വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഇതുവരെ കൊച്ചിയിൽ പണ്ട് നേവി ഡേ ആയിരുന്നപ്പോൾ ഷിപ്പിനകത്ത് കയറിയിട്ടുണ്ട്, പക്ഷെ അത് നിർത്തിയിട്ട ഷിപ്പായിരുന്നു. ഇതിപ്പം നമ്മൾ ഷിപ്പിൽ യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷിപ്പിനകത്തെ കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഷിപ്പിനകത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷിപ്പിനകത്ത് പാർക്ക് ചെയ്തു. ഇപ്പോൾ ഷിപ്പിനകത്ത് ബോർഡ് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലി. ഇനിയിപ്പം നമുക്ക് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങണം. എന്തോ പരിപാടി ഇതൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഷിപ്പിനകത്ത് കയറുന്നത്. അപ്പോൾ ഇത് ഇവിടെ വലിയ ട്രക്കുകളൊക്കെ ഉണ്ട്, ഉള്ള കാർഗോ ട്രക്കുകൾ. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ ഈ സിറ്റിയിൽ എന്തോ ഇതുകൊണ്ട് ഇതിന് മാത്രം ഡെൻമാർക്ക് വണ്ടികളെന്ന്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഈ ഷിപ്പിനകത്ത്, ഇവിടെ ഈ പോർട്ടുള്ളതുകൊണ്ട് ഷിപ്പിനകത്ത് വന്നിട്ട് ഇവിടെ കറങ്ങുന്ന വണ്ടികളാണ് കൂടുതലും. അപ്പോൾ നമ്മൾ സാധനമൊക്കെ എടുക്കുക, പൊന്നുകുട്ടനെ എടുക്കുക, എന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഷിപ്പിനകത്തെ കാഴ്ചകൾ കാണാം പെട്ടെന്ന്. ഷിപ്പ് അടയ്ക്കുന്നത് പൊന്നും ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഷിപ്പ് ആദ്യമായിട്ടല്ലേ കാണുന്നത്? നമ്മളിപ്പം ലോഞ്ചിലേക്ക് പോവാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് കയറുന്ന പോലെ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് എഴുതിയേക്കുന്നുണ്ടോ ഓരോ ഫ്ലോറിന് പകരം ഇവിടെ അപ്പർ ഡെക്ക്, വെഹിക്കിൾ ഡെക്ക്, പാസഞ്ചർ ഡെക്ക്, ലോവർ വെഹിക്കിൾ ഡെക്ക്, എൻജിൻ റൂം, ക്രൂ ഡെക്ക്, സൺ ഡെക്ക്. അത് ഇച്ചിരൂടെ നേരം വെളുത്തിട്ട് നമുക്ക് കയറാം.
പൊന്നുകുട്ടനാ ഇന്ന് ഷിപ്പ് ഓടിക്കുന്ന അപ്പാപ്പി. അപ്പാപ്പി 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 പൊന്നുകുട്ടനാ ഇന്ന് ഷിപ്പ് ഓടിക്കുന്നത് കണ്ടോ? അപ്പാപ്പിയെ കൊണ്ടുപോകുന്നു പൊന്നുന്റെ ഷിപ്പില്. ഷോപ്പിംഗ് മോളിൽ കയറിയതുപോലെ ഉണ്ട്. ഷോപ്പിംഗ് മോളിൽ കയറിയതുപോലെ തിയേറ്ററുകളാണ്. ഓരോ ദിവസം ഓരോ മൂവിയാണെന്ന് തോന്നുന്നു, അതോ എങ്ങനെയാണോ എന്തോ. ഇവിടെ തിയേറ്ററുകളാണ്, നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാം. അഡൽട്ടിന് 70 SEK, ചൈൽഡിന് 45 SEK ആണ്. ഇതാണ് ഈ ഷിപ്പിൻ്റെ ഒരു ഔട്ട്ലൈൻ. നമുക്ക് അതിൻ്റെ മാപ്പും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷനാണ്. ഒരു ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ. ഇതാണ് മൂവി തിയേറ്ററിലേക്കുള്ള എൻട്രൻസ്. പിന്നെ ഇവിടെ സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് വ്യൂ എന്ന് എഴുതി വെച്ചിട്ട് എന്നത് നോക്കട്ടെ എന്താണെന്ന്. ഓ, ഷിപ്പിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ഒരു മോഡലാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം ലൈഫിൽ ആദ്യമായിട്ട് നമുക്ക് ഷിപ്പിൽ കയറാൻ പറ്റി. കുറച്ച് വെട്ടം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ മുകളിലോട്ട് പോയിട്ട് നമുക്ക് കടലും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അധികം ഇതില്ല. ഓ, ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പം നമുക്ക് വിൻ്റർ ആയതുകൊണ്ട് 8 മണി ആയെങ്കിലും നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മൾ ഡെക്കിൽ പോയാൽ നല്ല തണുപ്പുമാണ്. സ്നോവും ചെറുതായിട്ട് വീഴുന്നുണ്ട്. പ്ലസ് എന്താ പറയുക, നമുക്കിതാണ് എന്താ പറയുക, ഈ ഇവിടെ ബോട്ടിൽ ലൈറ്റുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് വ്യൂ. അടിപൊളി അടിപൊളി അടിപൊളി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ട് ഇതിനകത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വന്നിരുന്ന് സംഭവങ്ങളൊക്കെ കാണാം. പക്ഷേ എന്താ പറയുക, ഇപ്പം അതിൻ്റെ ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അന്നേരം സീറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഓ, കപ്പലെടുത്ത് കേട്ടോ, പോട്ടിൽ നിന്ന് നീങ്ങി കപ്പൽ. പക്ഷേ എല്ലാവരും കയറിയോണ്ടായിരിക്കും. പക്ഷേ ഇച്ചിരി ഏർലി ആണ് പറഞ്ഞ സമയത്തേക്കുള്ള. അല്ല 5 മിനിറ്റ് നേരത്തെയാണ്. ഇപ്പം 7:50 തിരിക്കുകയാണ് ഗൈസ്. കപ്പൽ തിരിക്കുകയാണ്. ഷിപ്പിൽ എന്തോരം ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ സെക്ഷനിലും, ഇപ്പോൾ ഇത് എൻജിൻ റൂമിലാണേലും ഇതുപോലെ ഈ എന്താ ഇതിൻ്റെ ആങ്കറിങ് സെക്ഷനിലാണേലും ഒക്കെ എത്ര എംപ്ലോയീസ് ഇങ്ങനെ ഒരേ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ കണ്ടില്ല കാർ പാർക്കിൽ, അവർ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആൾക്കാർ. അപ്പോൾ ഇതാണ് നമ്മൾ ഹാംസ്റ്റഡ് പോർട്ട്. ഹാംസ്റ്റഡ് പോർട്ടിൽ നിന്ന് നമ്മൾ വിടാൻ പോവുകയാണ്. അടിപൊളി. 4 മണിക്കൂർ കടലിൽ കൂടർത്ത് തന്നെ യാത്രയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസ്ഡ് ഷിപ്പാണ് ഇത്. അവിടെ വേറൊരു കാർഗോ ഷിപ്പ് കിടപ്പുണ്ട്. അത് ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാമറ കൂടെ കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. നമുക്ക് പോയിട്ട് അവരെ കൂടെ കൊണ്ടുവരാം. പിന്നെ ഷിപ്പ് കയറിയിട്ട് അതിനകത്ത് വാഷ്റൂം കാണിച്ചില്ലെന്നുണ്ട്. ഇതാണ് നമ്മുടെ കോമൺ വാഷ്റൂം. പിന്നെ ഓരോരുത്തർ ഇപ്പം ലോഞ്ച് എടുക്കുന്നവർക്ക്, അല്ല റൂം എടുക്കുന്നവർക്ക് അതിനകത്തും എന്താ പറയുക വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതും നമ്മൾ തിരിച്ചു വരുമ്പം റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം തിരിച്ചു വരുമ്പോൾ ട്രിപ്പിൽ. അത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്.
നമ്മൾ 3-4 ദിവസം ഉണ്ട് ഡെൻമാർക്കിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇവിടെ 9 മണിക്ക് തുറക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഷിപ്പിൽ കയറുന്നതിന് മുന്നേ അവരൊരു കാറ്റലോഗ് അയച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ 2 പെർഫ്യൂമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫർ, സ്പെഷ്യൽ പ്രൈസൊക്കെ കിടപ്പുണ്ട് അതിനകത്ത്. ടാക്സ് ഇല്ല, അതാണ് ഏറ്റവും വലിയ ഗുണം. ഈ ഷിപ്പിൽ നമ്മളിപ്പോൾ എന്ത് മേടിച്ചാലും ടാക്സ് ഇല്ല. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ആദ്യമായിട്ടുള്ള ഷിപ്പ് ജേർണി ഇവിടെ പോർട്ടിൽ നിന്ന് വിട്ടു ആക്ച്വലി. അപ്പം ഐ ആം വെരി എക്സൈറ്റഡ്. പൊന്നു, ഹൗ ഡു യു ഫീൽ? നൈസ് നൈസ്. ഇത് കണ്ടോ, കസിനോ പോലെ, പ്ലേ ഏരിയ പോലെ ഇതുണ്ടോ. സൂപ്പർ സൂപ്പർ. ചാർജ് ചെയ്യാൻ ഫോൺ. അപ്പം ഗൈസ് നമ്മുടെ ഷിപ്പ് വിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് എൻ്റെ റിഫ്ലക്ഷൻ കാണാൻ എന്തെങ്കിലും കാണുന്നതാണ്. ഇതുണ്ട്, ഷിപ്പ് വിട്ടിരിക്കുകയാണ്. ഇപ്പം മൂവ് ചെയ്യുന്നുണ്ടോ? കടൽ നമുക്ക് കാണാം, കടൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഇത് ഷിപ്പ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഷിപ്പ് നീങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. ദേ ആ ലൈറ്റ് ഇങ്ങ് അടുത്തെത്തി. ഞാൻ വിചാരിച്ചു ഷിപ്പ് നീങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. ഇത് ഷിപ്പിനത് ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു മെയിൻ സീയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതിനുള്ള സിഗ്നലും കാര്യങ്ങളുമാണ്. ഇതിൻ്റെ മുകളിലൊക്കെ നിലയുണ്ട് കേട്ടോ. നമ്മളിപ്പം ഡെക്കിൻ്റെ ഏറ്റവും ലോ ഫ്ലോറിലാണ് കാർ. ഇതിൻ്റെ അടിയിൽ പിന്നെ 2-3 ലെവൽ കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പം മൊത്തം ഞാൻ നോക്കിയപ്പം 9-10 നിലയുണ്ട് ഈ ഷിപ്പ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അധികം വലിയ വലിപ്പം തോന്നുന്നില്ല. ഇതിൻ്റെ മുകളിലോട്ട് അപ്പർ ഡെക്കും കാര്യങ്ങളും പിന്നെ റൂംസ് ഉണ്ട് ഇതിൻ്റെ മുകളിലോട്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഇതിൻ്റെ സൺഡെക്ക് ഉണ്ട്, അതായത് ഓപ്പൺ ഏരിയ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ വെട്ടമായിട്ട് കുറച്ചുകൂടെ തണുപ്പൊക്കെ മാറിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എന്തായാലും നമുക്ക് 4-4.5 മണിക്കൂർ സമയമുണ്ട്. ഉച്ചയ്ക്ക് 12 ആകുമ്പോഴേ നമ്മൾ ഡെൻമാർക്കിൽ ഗ്രന്ന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തത്തുള്ളൂ. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകൾ കാണാം. പിന്നെ 8 മണിയായി. അപ്പം നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നമുക്ക് ഇത് നമ്മൾ പ്രീമിയം ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. പിന്നെ ഞാൻ ഇത് കണ്ടു, ഞാൻ പറഞ്ഞില്ല ഇവിടെ റൂംസ് ഉണ്ടെന്ന്, ഓരോരോ ക്യാബിൻസ്. അപ്പം നമുക്ക് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ റൂം എടുത്തത്. ഞാൻ ഏറ്റവും ഹൈയിൽ നിന്ന് തൊട്ട് താഴെയുള്ള ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഫുഡും എല്ലാം ഇൻക്ലൂഡാണ്. പ്ലസ് എന്താ പറയുക, നമുക്ക് ഫുഡിനും ഇപ്പം മൂവി ടിക്കറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ എന്താ പറയുക, നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും. കണ്ടോ, ഇത് കണ്ടോ, പോയിൻറ്റ്സ് ഓൺ ഓൾ പർച്ചേസസ്. ഈ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓരോ ഇതിനും നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. എല്ലാത്തിനും നമുക്കിപ്പം പ്രീമിയം ടിക്കറ്റ് എടുത്തുകൊണ്ട് പക്ഷേ ചാർജ് കൂടുതലാണ്. പക്ഷേ എല്ലാത്തിനും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രയും കാണിച്ചപ്പോൾ തന്നെ വീഡിയോ നല്ല ലോങ് ആയിട്ടുണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും പിന്നെ നമ്മൾ കപ്പലിൻ്റെ വെളി കാണിക്കാമെന്ന് പറഞ്ഞാൽ വെളി നല്ല ഇരുട്ടായതുകൊണ്ടാണ്. ഇപ്പം കുറച്ച് വെട്ടമായി കഴിഞ്ഞ് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ പറയുക, കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ പോകുന്നുണ്ട്. അതൊക്കെ കാണാം, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ഓക്കെ.